പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് മെയ് 11 തിങ്കളാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥം ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമം നിർവീര്യമാകട്ടെ. കർത്താവെ, മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരിയുകയും നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ,
ചെയ്യുന്ന കാര്യങ്ങൾ, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, കൈമാറുന്ന രേഖകൾ, കഴിക്കുന്ന മരുന്ന് എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥതയിൽ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാ ശുശ്രൂഷ നീക്കുവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഉടമ്പടി തുടങ്ങിയ കാലത്ത് അമ്മ ആദ്യം പറഞ്ഞതേ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന്. അപ്പോൾ ചിലരെങ്കിലും വിചാരിക്കും, അങ്ങനെ എന്നുവെച്ചാൽ നമ്മുടെ കഴിവല്ല ദൈവത്തിൻ്റെ കൃപയെന്ന്. ഈ മലയാളിക്കൊരു കുഴപ്പമുള്ളതെന്നറിയാമോ? മലയാളി ബേസിക്കായിട്ട് മെറ്റീരിയലിസ്റ്റുകളാണ്, ആത്മീയവാദികളല്ല ശരിക്കും. ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മുഴുവനും ഗോവധങ്ങളെന്നൊക്കെ പറയുമ്പോൾ നമ്മളവർക്ക് പിന്നെ ഭക്ഷണത്തിൻ്റെ സ്വാതന്ത്ര്യമില്ല എന്നൊക്കെ നിങ്ങൾ പറയും. പക്ഷേ ഭക്ഷണം ഒരു പ്രശ്നമാണ്. ഇന്ത്യൻ ഫുഡെന്ന് പറയണത് വെജിറ്റേറിയൻ ആണല്ലോ നമ്മുടെ രാജ്യം. അത് എത്രയോ കാലമായിട്ട്. നേരത്തെയൊക്കെ എക്സെപ്ഷൻസൊക്കെ ഉണ്ട്. എക്സെപ്ഷൻസ് ഇങ്ങനെ ജനറലൈസ് ചെയ്യേണ്ട കാര്യമില്ല. ഈ രാജ്യം സാംസ്കാരികമായിട്ട് വെജിറ്റേറിയൻ ആണ് ശരിക്കും, സാമൂഹ്യമായിട്ടും. അതിൻ്റെ ഈറ്റിംഗ് ഹാബിറ്റ്സ്, ഫുഡ് ഹാബിറ്റ്സ് എല്ലാം അങ്ങനെയാണ് ബേസിക്. പിന്നെ വന്നവരല്ലേ ഇവിടെ നോൺ വെജിറ്റേറിയൻ പ്രചരിപ്പിച്ചത്, കറക്റ്റാണല്ലോ. അതിൻ്റെ അകത്ത് അങ്ങനെ ആരും എന്തൊരു അഭിപ്രായം ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ അത് എങ്കിലും ഇന്ത്യയിൽ പൊതുവെ എങ്ങനെയാണെങ്കിൽ മലയാളികളുടെ മനസ്സ് ആത്മീയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത്ര ആത്മീയമായിട്ട് തോന്നിയിട്ടില്ല. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പഴഞ്ചൊല്ലുകളാണല്ലോ നമുക്ക് മലയാളിക്ക് ബൈബിളൊന്നുമില്ല. ബൈബിളൊക്കെ ഇടക്കാലം കൊണ്ട് നമുക്ക് കിട്ടിയതാണല്ലോ. ഈ മനുഷ്യന്മാരുടെ ബൈബിളെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇവിടെ മിന്നുന്നതെല്ലാം പൊന്നല്ല, അതൊക്കെയായിരുന്നു ഇവിടുത്തെ ബൈബിള്. അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, ജീവിതാനുഭവങ്ങളുണ്ട്. പിന്നെ എന്താണ്, അഹങ്കാരവും ദുരഭിമാനവും ഒക്കെ മലയാളിയുടെ മനസ്സിൻ്റെ ബേസിക്കായിട്ട് കിടക്കുന്നുണ്ട്. അതാണ് ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണം. സാധനം പോയി എന്നാലും ചമഞ്ഞ് കിടക്കണം. ഞാൻ അത്ര കുറഞ്ഞ പുള്ളിയല്ലെന്നുള്ള ഞാൻ അത്ര കുറഞ്ഞ പുള്ളിയല്ലെന്നാണ്. അതിൻ്റെ അകത്തൊരു മെറ്റീരിയലിസം ഉണ്ട്, ഭൗതികവാദമുണ്ട്. ചത്തുപോയ സംഭവമാണെങ്കിൽ ശരി, അത് ചെയ്യാൻ പറ്റിയിരിക്കണമെങ്കിൽ ശരി, വളരെ അലങ്കരിച്ച് വെക്കണമെന്നുള്ളതാണ് അതിൻ്റെ അകത്തുള്ള ഭൗതികവാദം എന്ന് പറയുന്നത്. ഇതുപോലെ മലയാളിയുടെ ഭൗതികവാദം നമുക്ക് നിരീക്ഷിക്കാവുന്ന സംഭവമാണ് താൻ പാതി ദൈവം പാതി എന്ന് പറയാം. താൻ പാതി ദൈവം പാതി. പക്ഷെ ബൈബിൾ അതിനോടൊന്നും യോജിക്കത്തില്ല. ബൈബിൾ എന്താ പറയണത്? നിങ്ങൾക്ക് പാതി വെക്കാൻ പറ്റത്തില്ല. നമ്മൾ പാർട്ട്നേഴ്സാണ്. നിങ്ങൾ പകുതി വെക്കാൻ നിങ്ങളുടെ പകുതി ഷെയർ വെക്കണം. പക്ഷേ ഷെയർ ഇല്ലാത്തവൻ എന്ത് ചെയ്യും? അവൻ ചത്ത് കളയണ. അതല്ലേ പ്രശ്നം. ഇപ്പം ദൈവം നമ്മൾ തമ്മിലൊരു ജീവിതമാണ്. അങ്ങനെ അതിലേക്ക് വരുമ്പോൾ നമുക്ക് ചില സമയത്ത് ഈ മനുഷ്യനോട് ആണെങ്കിലും നമ്മൾ ഒരു ഉടമ്പടി ചെയ്താൽ നമുക്ക് നിങ്ങൾ ഷെയർ വെക്കാൻ പറ്റത്തില്ല. ഇല്ല, അവിടെ ഇല്ല. അപ്പോൾ ഇല്ലാത്തൊരു കാലം മനുഷ്യരാശിക്ക് എപ്പോഴും ഉണ്ടാവുമല്ലോ. അപ്പം നമുക്ക് ഒന്നും ഇല്ലാത്തവർ എന്ത് ചെയ്യും? താൻ പാതി ദൈവം പാതി എന്ന് വെച്ചാൽ താൻ പാതി എന്ന് പറഞ്ഞാൽ നമുക്ക് പാതി ഉണ്ടേ. നമുക്ക് പാതി ഇല്ലാത്ത മെരിറ്റ് എന്നാണ് ബൈബിൾ പറയേണ്ടത്. മെരിറ്റ്, നോട്ട് ബൈ മെരിറ്റ് എന്ന് പറഞ്ഞ സംഭവം തന്നെ എന്താണ്? നമ്മൾക്ക് ഒരു കഴിവില്ലാത്ത കുറേ വിഷയങ്ങൾ ജീവിതത്തിലുണ്ടാവും. നമുക്ക് കഴിവില്ലാത്ത കുറേ വിഷയങ്ങൾ ജീവിതത്തിലുണ്ടാവും. ഇപ്പോൾ ചില ആൾക്കാർ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ പോയായിരുന്നു, ഇവിടെ ഈ പക്ഷി നിരീക്ഷണ കേന്ദ്രത്തിൽ പോയായിരുന്നു, തട്ടേക്കാട്. അപ്പോൾ ഇങ്ങനെ പോയപ്പോൾ ഞാൻ ഈ തട്ടേക്കാട് കഴിഞ്ഞ ദിവസം പോയപ്പോൾ അവിടെ ചെന്നപ്പോൾ എൻ്റെ കൂടെ ഉള്ള 1-2 പേര് എന്നോട് പറഞ്ഞ്, ഇവിടെ ഒരച്ഛൻ മരിച്ച സ്ഥലമാണ്. അപ്പം ഞാൻ ശ്രദ്ധിച്ച്, എങ്ങനെ മരിച്ച്? അത് അച്ഛൻ കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്ന് പുഴ കാണിക്കാൻ വന്നപ്പോൾ കുട്ടികൾ വെള്ളത്തിൽ ഒഴുക്കിൽപ്പെട്ട് കുളിക്കണ സമയത്ത് 2 പേര് ഒഴുക്കിൽപ്പെട്ട് ഒരാൾ അച്ഛനും നീന്തി ചെന്ന് രക്ഷപ്പെടുത്തി. അടുത്ത ആളെ രക്ഷപ്പെടുത്താൻ പോയപ്പോൾ അച്ഛനും അവിടെ കൂടെ പോയി, മരിച്ചുപോയി. അപ്പം ചില സമയത്ത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഒരാളെ രക്ഷപ്പെടുത്താൻ കഴിവുണ്ട്. പക്ഷേ ചില സമയത്ത് നമ്മളെ രക്ഷപ്പെടുത്താൻ നമുക്ക് കഴിവുണ്ടാകത്തില്ല. ഈ ലോകത്തിൻ്റെ ഒരു അവസ്ഥ അതാണ് ശരിക്കും പറഞ്ഞാൽ.
ഞാനിപ്പോൾ ഇവിടെ ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇപ്പം ഈ ആൾക്കാർ പറയുന്നത് താൻ പാതി ദൈവം പാതി എന്ന്. ഇപ്പം നമുക്ക് പാതി വെക്കാൻ ഉണ്ടാകത്തില്ല ചില സമയത്ത്. അപ്പോൾ പാതി വെക്കാനില്ലാത്ത ആൾക്കാർക്ക് ഇവിടെ ജീവിക്കണ്ടേ? അതുകൊണ്ടാണ് ദൈവം വേറെ ഉടമ്പടി തന്നത്. എന്താണ് അതിൻ്റെ അവിടെ ഉള്ളൊരു ഗുണം? എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നിൻ്റെ കഴിവ് കൊണ്ടല്ല, 100%, 50% നിൻ്റെ കഴിവെന്ന് പറഞ്ഞില്ലേ. മലയാളി എങ്ങനെ പറയണത്? താൻ പാതി ദൈവം പാതി. പക്ഷേ നമുക്ക് പാതി വെക്കാൻ ഉണ്ടാകത്തില്ല. അപ്പം പിന്നെ എന്ത് ചെയ്യും? ദൈവം തന്നെ മൊത്തം എടുക്കും. അതാണ് ഉടമ്പടി ഒരു വിജയം എന്ന് പറയുന്നത്. ദൈവം തന്നെ മൊത്തം എടുക്കും. അപ്പോൾ അത് Efesians 2:8 ആദ്യം നമുക്ക് കർത്താവ് വെളിപാട് തന്നെങ്കിലും സുവിശേഷത്തിൻ്റെ ഒരു പൊതുധാര അങ്ങനെയാണ്. എൻ്റെ ദൈവത്തിലെ ഞാൻ ഉടമ്പടിക്ക് നീയുമായിട്ട് ദാഹിക്കുകയാണ്. നിൻ്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും നമുക്ക് ഉടമ്പടി ചെയ്യാം എന്നാണ് ദൈവം പറയണത്. നിൻ്റെ കയ്യിൽ പകുതി വെക്കാനൊന്നും ഇല്ലെങ്കിലും, ആരോഗ്യമില്ല, സമ്പത്തില്ല, സൗന്ദര്യമില്ല, അവസരമില്ല, റെക്കമെൻഡ് ചെയ്യാൻ ആരുമില്ല, നിൻ്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു അലീന എന്നും പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞ് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അവൾ ജർമ്മനി പഠിക്കാൻ പോയതാണ്, മാസ്റ്റേഴ്സ് എടുക്കാൻ പോയതാണ്. മാസ്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ജോലി വേണ്ടേ? അപ്പോൾ അത് പുതുക്കണം. പക്ഷേ വിസ പുതുക്കി കിട്ടണില്ല. വിസ പുതുക്കി കിട്ടണമെങ്കിൽ 2-3 കാര്യങ്ങൾ വേണം. ഒന്ന്, 13 ലക്ഷം രൂപ FDയിലുണ്ടാകണം. രണ്ടാമത്തത് സാലറി സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ 3 രേഖകളുണ്ടെങ്കിൽ വിസ പുതുക്കത്തുള്ളൂ. ഒന്ന് 13 ലക്ഷം രൂപ. അത് 13 ലക്ഷം ആൾ പറയണത് എൻ്റെ വണ്ടിക്കാശ് പോലും ഇല്ലെന്നാണ് പറയണത്. പിന്നെ എന്താ വേണ്ടത്? സാലറി സർട്ടിഫിക്കറ്റ്. അതും ഇല്ല. സാലറി ഇല്ല, ജോലിയില്ല, സാലറി ഇല്ല. പിന്നെ എന്താ വേണ്ടത്? പിന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്. അതും ഇല്ല. ഈ പഠിക്കല്ലേ? അപ്പോൾ ഇത് 3 ഇല്ലാതെ പിന്നെ എങ്ങനെ വിസ പുതുക്കണത്? എന്നിട്ടും പരിശുദ്ധാത്മാവ് ഇവളോട് പറയുമേ, നീ ആപ്ലിക്കേഷൻ വെക്ക്. അപ്പോൾ അവൾ മാതാവിനോട് പറയുവേ, അമ്മേ എൻ്റെ കയ്യിൽ ഒന്നുമില്ല കേട്ടോ, സാലറി സർട്ടിഫിക്കറ്റ് ഇല്ല, പിന്നെ 13 ലക്ഷത്തിന് 13 രൂപ വരെ എൻ്റെ ഇല്ല, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇല്ല. എനിക്ക് ആകപ്പാടെ ഉള്ളത് അമ്മയുമായിട്ടുള്ള ഉടമ്പടി മാത്രമാണ്. നിങ്ങൾക്കറിയണം ആ സാക്ഷ്യം കേട്ടോ, 2 കൊല്ലത്തേക്ക് ഇതെല്ലാം ഉള്ള ആൾക്കാർക്ക് 6 മാസമേ ഉടമ്പടി പുതുക്കുള്ളൂ. ദൈവം അതിൻ്റെ കക്ഷിയായി കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 2 കൊല്ലത്തേക്ക് പുതുക്കി കിട്ടിയിരിക്കണേ. അത് ഈ സാക്ഷ്യം കേട്ടതിന് ശേഷം ഞാൻ ബൈബിളിലെ ഈ നോട്ട് ബൈ മെറിറ്റ് ആശയത്തിൽ കർത്താവ് വെളിപാട് വേറെ വല്ലതും പറയുന്നുണ്ടെന്ന് നോക്കി. അതേ ആശയത്തിലെ തീത്തുസ് ലേഖനത്തിലെ 3-ാം അധ്യായം 4-5 വാക്യം, എന്നാൽ നമ്മുടെ രക്ഷകനായ ദൈവത്തിന്റെ നന്മയും സ്നേഹം നിറഞ്ഞ കാരുണ്യവും വെളിപ്പെട്ടപ്പോൾ അവിടുന്ന് നമുക്ക് രക്ഷ നൽകി. അത് നമ്മുടെ നീതിയുടെ പ്രവർത്തികൾ കൊണ്ടല്ല, നമ്മുടെ മെരിറ്റ് കൊണ്ടല്ല, പിന്നെയോ അവിടുത്തെ കാരുണ്യം മൂലം പരിശുദ്ധാത്മാവിൽ അവിടുന്ന് നിർവഹിച്ച പുനരുജ്ജീവനത്തിന്റെയും നവീകരണത്തിന്റെയും സ്നാനത്താലത്രേ. ദൈവം നിർവഹിച്ചതാണെന്ന് അർത്ഥം. അതുപോലെ ഒരു വചനമാണ് റോമ 11:6. അത് കൃപയാലാണെങ്കിൽ പ്രവർത്തികളിൽ അധിഷ്ഠിതമല്ല. കൃപയാലല്ലെങ്കിൽ കൃപ ഒരിക്കലും കൃപ കൃപയായിരിക്കത്തില്ല. കൃപയാലല്ലെങ്കിൽ അല്ലാതെ ഒരു കാര്യം നടന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയണ കൃപയല്ല എന്താ പറയണത്? പിന്നെ അപ്പം എന്താ അർത്ഥം? കൃപയാലാണെങ്കിൽ പിന്നെ അവിടെ പ്രവൃത്തിക്ക് അടിസ്ഥാനമില്ലെന്ന്. അപ്പോൾ ചില കാര്യം പ്രവൃത്തിയല്ല, ദൈവത്തിൻ്റെ കൃപ മാത്രമാണ്. 2 തിമോത്തി 1:9 എടുത്തേ. അവിടുന്ന് നമ്മെ രക്ഷിക്കുകയും വിശുദ്ധമായ വിളിയാൽ നമ്മെ വിളിക്കുകയും ചെയ്തിരിക്കുന്നു. അത് നമ്മുടെ പ്രവൃത്തികളുടെ ഫലമായിട്ടല്ല, അവിടുത്തെ സ്വന്തം ഉദ്ദേശത്തെ മുൻനിർത്തിയും യുഗങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തുവിൽ നമുക്ക് നൽകിയ കൃപാവരം അനുസരിച്ചുമാണ്. യേശുക്രിസ്തുവിലുള്ള കൃപ എത്രയോ നേരത്തെ വാഗ്ദാനം ചെയ്യപ്പെട്ടതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവം നമ്മളുടെ മെറിറ്റ് നോക്കാതെ പലപ്പോഴും ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത്. കർത്താവിൻ്റെ നാമത്തിൽ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ.
അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.